മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്ക് മുട്ടില്ലതാനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്ക് മുട്ടില്ലതാനും. ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. ഭാഗവതത്തിലെ പ്രഹ്ലാദൻ, അതായത് വിഷ്ണുവിൻ്റെ നരസിംഹാവതാര വേളയിൽ പ്രഹ്ലാദൻ്റെ ഭക്തി മുന്നിൽ കണ്ടുകൊണ്ട് ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുത്തിരുന്നു. പ്രഹ്ലാദൻ്റെ 21 തലമുറകൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന്. മഹാബലിയുടെ മുത്തശ്ശനായ പ്രഹ്ലാദന് മഹാവിഷ്ണു നൽകിയ ആ അനുഗ്രഹം മഹാബലിക്കും കൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുകയും അതിലൂടെ മഹാബലിയുടെ ഭരണകാലത്ത് ജനങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ക്ഷേമത്തോടെയും വാഴ്ന്നു വരുന്ന കാലത്ത് മഹാബലി ദേവന്മാരെക്കാൾ ഉയർന്ന ഒരു രാജാവായി വാഴുകയായിരുന്നു. ഇത് കണ്ട് ദേവന്മാർക്ക് അസൂയ പൂണ്ട് അവരെക്കാൾ ഉയർന്നവനായി തീർന്നിരിക്കുന്നു മഹാബലി എന്ന തോന്നലുണ്ടായത് കാരണം ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നു. പിന്നീട് മഹാവിഷ്ണു വാമനാവതാര വേളയിൽ മഹാബലിയെ കണ്ട് 3 അടി മണ്ണ് ചോദിക്കുകയും 1 അടി ഭൂമിയും 2-ാമത്തെ അടി ആകാശവും അളന്നെടുത്തതിന് ശേഷം പിന്നീട് 3-ാമത്തെ അടി മണ്ണ് കൊടുക്കാൻ സ്ഥലമില്ല. ഇതറിഞ്ഞ് മഹാരാജാവ് ശിരസ് നമിച്ചുകൊണ്ട് അടിയൻ എൻ്റെ തലയിൽ 3-ാമത്തെ അടി വെച്ചുകൊള്ളൂ എന്ന് പറയുകയും ഇതിൽ സംതൃപ്തനായ മഹാവിഷ്ണു മഹാബലിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. വർഷാവർഷം തൻ്റെ പ്രജകളെ കാണാൻ വരാനുള്ള അനുഗ്രഹവും ചൊരിഞ്ഞു. അങ്ങനെയാണ് മാവേലിയുടെ ഓണത്തിൻ്റെയും ചരിത്രം. ഏവർക്കും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. താങ്ക് യു.